യെസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലുമിനിയവും അതിൻ്റെ അലോയ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഫാബ്രിക്കേഷനെ കുറിച്ചിട്ടും ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന പാർട്ടീഷൻ സെക്ഷൻസ്, ഫാബ്രിക്കേഷൻ ഓഫ് ഡോർസ്, പിന്നെ അലുമിനിയം ചാനൽസ്, അലുമിനിയം ആംഗിൾ സ്ട്രിപ്സ്, ഗ്ലാസസ്, പിന്നെ ഗ്ലേസിങ്, പിന്നെ റബ്ബർ പാക്കിംഗ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അലുമിനിയം എന്താണ്? അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് മെറ്റലാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ഗ്രേ കളറിലുള്ള ഒരു മെറ്റലാണ്. ഓക്കെ, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം അലുമിനിയം ഓക്സൈഡ് ആണ്, അല്ലെങ്കിൽ അലുമിനിയം. അലുമിനിയം എന്താണ്? അലുമിനിയം ഒരു വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിഷ് മെറ്റലാണെന്ന്, വൈറ്റിഷ് ഗ്രേ മെറ്റലാണെന്ന് പറഞ്ഞു. അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓക്സൈഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ എന്താണ്, ഒരു വൈറ്റിഷ് ഗ്രേ മെറ്റലാണ്. ഓക്കെ, മെറ്റലാണ്, ഇതിന്റെ കളറാണ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിഷ് ഗ്രേ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ഫ്രം എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ പ്രോസസ് ഫ്രം ഓക്സൈഡ്. എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ പ്രോസസ് ഫ്രം ഓക്സൈഡ്, അതായത് അലുമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലുമിന. അപ്പൊ അലുമിനയിൽ നിന്ന് ഇലക്ട്രിക്കൽ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അലുമിനിയത്തിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ അലുമിനിയം ഓക്സൈഡ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അലുമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലുമിനിയം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ബോക്സൈറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അലുമിനിയം ഓക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ഫ്രം മിനറൽ കോൾഡ് ബോക്സൈറ്റ്. അപ്പോൾ അലുമിന അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ഫ്രം എവിടെ നിന്നാണ്? ബോക്സൈറ്റ് മിനറൽ. ഏതാ മിനറൽ? ബോക്സൈറ്റ് ആണ്. അപ്പൊ ബോക്സൈറ്റ് നിന്നാണ് ബേസിക്കലി നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? അലുമിനിയം ഉണ്ടാക്കുന്നത്. അപ്പം അലുമിനിയത്തിന്റെ മിനറൽ അല്ലെങ്കിൽ ഓർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബോക്സൈറ്റ് ആണ് അതിന്റെ ഓറ് എന്ന് പറയുന്നത്. അപ്പൊ അലുമിനിയത്തിന്റെ ഓർ എന്താണ്? ബോക്സൈറ്റ് ആണ് അതിന്റെ ഓറ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണല്ലോ അത്? അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബോക്സൈറ്റ് നിന്നാണ് അത് പ്രിപ്പയർ ചെയ്തത്, അലുമിനിയം പ്രിപ്പയർ ചെയ്തത്. ഇനി അലുമിനിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അലുമിനിയത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആദ്യം അലുമിനിയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് FCC സ്ട്രക്ചർ ആണ്. എന്താ സ്ട്രക്ചർ? ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലുമിനിയം ഉണ്ടോ എങ്കിൽ ഇത് ചോദിക്കുന്നതാണ്, FCC സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഗോൾഡ്, സിൽവർ എല്ലാം വരുന്നത്, ഈ പ്ലാറ്റിനം എല്ലാം വരുന്നത് ഈ FCCയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ FCC സ്ട്രക്ചർ ആണ്. പിന്നെയോ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. 1/3 മാത്രമേ ഉള്ളൂ ഇതിന്റെ, സ്റ്റീലിന്റെ 1/3 മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. അപ്പം ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ലൈറ്റ് ഇൻ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? 1/3 ദാറ്റ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിന്റെ 1/3 വെയിറ്റ് മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? അലുമിനിയത്തിന് വരുന്നുള്ളൂ. ഇതിന്റെ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, മെൽട്ടിംഗ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2015 എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 660 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ്, ഇതിനെ ഡിസ്റ്റിങ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. ഇതിന് നമ്മൾ അലുമിനിയത്തിന് സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ആണ്. വെയിറ്റ് കുറവാണെങ്കിലും സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അതാണ് ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെങ്ത് ബൈ വെയിറ്റ് കൂടുതലായിരിക്കും എന്ന്. അപ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോസസ്, ഈ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. അതുപോലെ പിസ്റ്റണൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇതിന്റെ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. ഓക്കെ, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. പിന്നെ എന്താണ്? ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നിന് പെട്ടെന്ന് നോട്ട് ചെയ്യുക. ഇനിയും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ കാര്യം ഒന്ന് മായ്ച്ചു കളയാണ്. ഓക്കെ, അപ്പൊ ഹൈ റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആണ്. ഇതെന്ന് അലുമിനിയം എന്താണ്? റെസിസ്റ്റന്റ് ആണ്. കൊറോഷന് റെസിസ്റ്റന്റ് ആണ്. അലുമിനിയം എന്താണ്? റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആണ്.
റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആണ്. ഓക്കെ, അപ്പോൾ അലുമിനിയം എന്താണ്? റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആണ് ആര്? അലുമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ ഇതൊരു സോഫ്റ്റ് മെറ്റൽ ആണ്. ഓക്കെ, സോഫ്റ്റ് ആണ് ആര്? ഇവൻ റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആണ്, സോഫ്റ്റ് മെറ്റൽ ആണ്. പിന്നെയോ മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ. അപ്പോൾ സോഫ്റ്റ്, മാല്യബിൾ ആൻഡ് ഡക്റ്റൈൽ ആണ് ആര്? അലുമിനിയം എന്ന് പറയുന്നത്. സോഫ്റ്റ്, മാല്യബിൾ, ഡക്റ്റൈൽ ആണ്. ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും ഇവനുണ്ടാവുക. ഇവനെന്താ ഉണ്ടാവുക? ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, പക്ഷെ മാല്യബിൾ ആണ് എന്നുള്ള കാര്യം, ഡക്റ്റൈൽ ആണെന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, പിന്നെ സ്ട്രെങ്ത് കമ്പയറബിൾ ടു സ്റ്റീൽ ആണ്. സ്ട്രെങ്ത് കമ്പയറബിൾ ടു സ്റ്റീൽ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. സ്ട്രെങ്ത് കമ്പയറബിൾ ടു സ്റ്റീൽ ആണ്. ഗുഡ് മെഷീനബിലിറ്റി ആണ്. ഗുഡ് മെഷീനബിലിറ്റി, നന്നായിട്ട് മെഷീൻ ചെയ്യാൻ വേണ്ടി പറ്റും. മെഷീനബിലിറ്റി, ഗുഡ് മെഷീനബിലിറ്റി. പിന്നെയോ ഇവനെ ആനോഡൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആനോഡൈസേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻ ബി ആനോഡൈസ്ഡ്. ഓക്കെ, പിന്നെയോ നോൺ മാഗ്നറ്റിക് ആണ്, നോൺ ടോക്സിക് ആണ്. നോൺ മാഗ്നറ്റിക്, നോൺ ടോക്സിക്, നോൺ സ്പാർക്കിംഗ് ആണ്. ഇപ്പൊ നോൺ വരുന്ന 3 നോൺ മാഗ്നറ്റിക് ആണ്, നോൺ ടോക്സിക് ആണ്, നോൺ സ്പാർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെയോ ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതുകൊണ്ട് തന്നെ ഇലോങ്ങേഷൻ വാല്യൂസും കുറവായിരിക്കും. അപ്പൊ ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ലോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നെയാണ്. ഇലോങ്ങേഷൻ വാല്യൂസും കുറവായിരിക്കും. അപ്പൊ ലോ ഇലോങ്ങേഷൻ വാല്യൂസ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്യുവർ അലുമിനിയം ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. പ്യുവർ അലുമിനിയം cannot be is not heat treatable. അപ്പൊ എന്താണ്? പ്യുവർ അലുമിനിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. പ്യുവർ അലുമിനിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് അലുമിനിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഏതിലേക്ക് പോവാ? ഇനി അലോയ്സിലേക്ക് പോവാം. ഓക്കെ, അലുമിനിയം അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അലുമിനിയം അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂടെ അലുമിനിയത്തിന്റെ കൂടെ കുറച്ച് അതർ മെറ്റീരിയൽസ് കൂടെ അല്ലെങ്കിൽ അതർ മെറ്റൽസ് കൂടെ ആഡ് ചെയ്യുകയാണ് എങ്കിൽ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അലുമിനിയം അലോയ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് ഈ അലുമിനിയത്തിന്റെ എന്താണ് യൂസസ് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് അലുമിനിയത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ അലോയ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അലോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അലോയ് എലമെന്റ്സ് ആഡ് ചെയ്യുക. അതായത് അതർ മെറ്റൽസ് നമ്മൾ ഇതിലേക്ക് ചെയ്യണം, ഈ പ്യുവർ അലുമിനിയത്തിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഏതൊക്കെയാണ് അതർ മെറ്റൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന അലുമിനിയം അലോയ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ഉണ്ട്, നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ മഗ്നീഷ്യം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മാംഗനീസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സിങ്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സിലിക്കൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയൺ ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അലുമിനിയത്തിന്റെ അലോയിങ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്യൂർ അലുമിനിയത്തിലേക്ക് നമ്മൾ ഈ ആൾക്കാരെ ചേർക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അലുമിനിയം അലോയ്സ് കിട്ടും. എന്താ കിട്ടും? എനിക്ക് അലുമിനിയം അലോയ്സ് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം അലുമിനിയം അലോയ്സിനെ നമ്മൾ എന്തിനാണ് അലുമിനിയം അലോയ്സ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും ഇൻക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അതിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ അത് ലോ ടെൻസൈൽ സ്ട്രെങ്ത് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ അതിന് ഹാർഡ്നെസ്സും കുറവായിരിക്കും. അപ്പോൾ അലുമിനിയം അലോയ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഇൻക്രീസസ്. അറ്റ് ദ സെയിം ടൈം അതിന്റെ ലൈറ്റ് വെയിറ്റ് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അലോയിങ് എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത് ആൻഡ് എന്താണ് ഹാർഡ്നെസ് ഇൻക്രീസസ്.
ഹാർഡ്നെസ് ഇൻക്രീസസ്. പിന്നെയോ ലോ വെയിറ്റ് എന്താണ് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. റീറ്റെയിൻസ് ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ്. റീറ്റെയിൻസ് ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ്. അപ്പൊ നമുക്ക് എന്താണ് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്തു, ഹാർഡ്നെസ്സും ഇൻക്രീസ് ചെയ്തു. പക്ഷെ അതിന്റെ എന്താണ് ലൈറ്റ് വെയിറ്റ് അവിടെ തന്നെ അത് റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ബേസിക്കലി അലുമിനിയം അലോയിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അലുമിനിയം അലോയിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അലുമിനിയം അലോയ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് കാസ്റ്റ് അലോയ്സും റോട്ട് അലോയ്സും ഒന്ന് ഡിവൈഡ് ചെയ്യാം. കാസ്റ്റ് അലോയ്സും റോട്ട് അലോയ്സും ഒന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ കാസ്റ്റ് അലോയ്സിൽ എന്തുണ്ട്? ഹീറ്റ് ട്രീറ്റബിളും ഉണ്ട്, നോൺ ഹീറ്റ് ട്രീറ്റബിളും ഉണ്ട്. നമ്മൾ പറഞ്ഞു പ്യുവർ അലുമിനിയം ഹീറ്റ് ട്രീറ്റബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ട്രീറ്റബിൾ ഉണ്ട്, പിന്നെയോ നോൺ ഹീറ്റ് ട്രീറ്റബിൾ ഉണ്ട്. നോൺ ഹീറ്റ് ട്രീറ്റബിൾ ഉണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെയും റോട്ട് അലോയിൽ എനിക്കുന്നുണ്ട് ഹീറ്റ് ട്രീറ്റബിളും ഹീറ്റ് ട്രീറ്റബിളും എന്തുണ്ട്? നോൺ ഹീറ്റ് ട്രീറ്റബിൾ ഉണ്ട്. ഓക്കെ, നോൺ ഹീറ്റ് ട്രീറ്റബിൾ ഉണ്ട്, ഹീറ്റ് ട്രീറ്റബിൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അലോയ്സ്, അതായത് അലുമിനിയം അലോയ്സ് നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കാസ്റ്റ് അലോയ്സ് ഒന്നും റോട്ട് അലോയ്സ് ഒന്നുമായിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടിലും എന്തുണ്ട്? ഹീറ്റ് ട്രീറ്റബിളും നോൺ ഹീറ്റ് ട്രീറ്റബിളും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള അലോയ്സുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ 4 പേര്. എന്ത്? ഡ്യൂറാലുമിൻ, വൈ അലോയ്, ഹിൻഡാലിയം, മെഗ്നാലിയം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അലോയ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പേരാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? ഡ്യൂറാലുമിൻ പഠിക്കാം. ആദ്യം എന്ത് പഠിക്കാം? നമുക്ക് ഡ്യൂറാലുമിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഡ്യൂറാലുമിനിൽ എത്ര പെർസെന്റേജ് അലുമിനിയം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം 94% അലുമിനിയം ഉള്ളത്. ഓക്കെ, പിന്നെയോ കോപ്പർ ആണ് ഇതിലുണ്ടാവുന്നത്. കോപ്പർ 4% കോപ്പർ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു റേഞ്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 3.5 മുതൽ എത്ര പറയാം? 4.5 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. 3% ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡ്യൂറാലുമിന്റെ കാര്യമാണ് പറയുന്നത്. അലുമിനിയം 94, കോപ്പർ 4% ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെയോ പിന്നെ മാംഗനീസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? മഗ്നീഷ്യം ഉണ്ട്, പിന്നെന്തുണ്ട്? സിലിക്കൺ ഉണ്ട്, അയേൺ ഉണ്ട്. ഇവരെല്ലാം എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.5% ഈച്ച് എന്ന് പറയാം. ഓക്കെ, എത്ര ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ 0.5% ആണ് എന്ന് പറയാം. ഇതിന്റെ റേഞ്ച് ആണ് ചോദിക്കുന്നത് എങ്കിൽ 0.4 മുതൽ 0.7% വരെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ട് രീതിക്ക് ചോദിക്കാം. ഒന്നുകിൽ റേഞ്ച് ചോദിക്കാം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂസ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ വാല്യൂസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എഴുതുക. റേഞ്ച് ആണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചെയ്യാം. നമുക്കിതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡ്യൂറാലുമിനെ ഏജ് ഹാർഡൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഏജ് ഹാർഡൻ ചെയ്തിട്ടാണ്, ഏജ് ഹാർഡൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്ത്? ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറാലുമിൻ ഏജ് ഹാർഡൻഡ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റീൽ ഷീറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ട്യൂബ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ഫോർജസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, നട്ട് ബോൾട്ടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെയോ കോമ്പണൻസ് ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയറോപ്ലെയിൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? സ്റ്റീൽ ട്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, നട്ട് ബോൾട്ട് ഷീറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ യൂസ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഷീറ്റുകൾ ഉണ്ടാക്കാൻ, അലുമിനിയം ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെയോ നട്ട് ബോൾട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ട്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അലുമിനിയം ട്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കമ്പണൻസ് ഇതിന്റെ ഓട്ടോമൊബൈലിന്റെയും എയറോപ്ലെയിൻസിന്റെയും കമ്പണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കമ്പണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതിന്റെയാണ്? ഓട്ടോമൊബൈൽ ആൻഡ് എയ്റോപ്ലെയിന്റെ കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്? ഡ്യൂറാലുമിനെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർക്കാനുള്ളത് ഇതൊരു ഏജ് ഹാർഡൻഡ് റോട്ട് അലോയി ആണ്. ഏജ് ഹാർഡൻഡ് റോട്ട് അലോയി ആണ് ഏത്?
ഈ പറയുന്ന ഡുറാലുമിൻ എന്ന് പറയുന്നത്. ഏജ് ഹാർഡൻഡ് റോട്ട് അലോയ് ആണ് ആര് ഡുറാലുമിൻ എന്ന് പറയുന്നത്. അതാണ് നമുക്കിന്ന് ഓർക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത് വൈ അലോയ് ആണ്. അടുത്തത് എന്താണ്? വൈ അലോയ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ വൈ അലോയ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കി, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് വൈ അലോയിൽ അലുമിനിയം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 92.5% അലുമിനിയം എന്ന് പറയുന്നത്. വൈ അലോയിൽ അലുമിനിയം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 92.5%. ഓക്കെ, ഇനിയോ കോപ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ്. എത്രയാണ്? 4%. കോപ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4%. അപ്പൊ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതും 3.5 മുതൽ 4.5 വരെയാണ് ശതമാനമാണ് ഇത് കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിക്കൽ ഉണ്ട്. ഓക്കെ, നിക്കൽ എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2% പറയുക. അതിന്റെ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ 1.8 മുതൽ 2.3% വരെയാണ് അതിന്റെ റേഞ്ച് വരുന്നത് നിക്കൽ. പിന്നെന്താ ഉള്ളത്? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഗ്നീഷ്യം ഇതിലുണ്ട്. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5% മെഗ്നീഷ്യം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളോട് റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും 1.2 മുതൽ 1.7% വരെ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെഗ്നീഷ്യം നേരത്തെ 0.5 ആയിരുന്നു, ഇപ്പൊ എത്രയാണത്? 1.5 ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയാണത് അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താവാം? ഇത് കാസ്റ്റ് അലോയ് ആവാം, അല്ലെങ്കിൽ റോട്ട് അലോയ് ആവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് മേ ബി കാസ്റ്റ് അലോയ്, കാസ്റ്റ് ഓർ റോട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഏജ് ഹാർഡൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെയോ ആൻഡ് ഏജ് ഹാർഡൻഡും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹീറ്റ് ട്രീറ്റും ചെയ്യാൻ വേണ്ടി പറ്റും, ഏജ് ഹാർഡൻഡും ചെയ്യാൻ വേണ്ടി പറ്റും. ആരെ? വൈ അലോയ്. ഓക്കെ, ഇതിന് എന്താണ്? നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. ഏതിനേക്കാളും ബെറ്റർ സ്ട്രെങ്ത് ദാൻ ആരെക്കാളും? നമ്മൾ പഠിച്ച ഡുറാലുമിനേക്കാളും ബെറ്റർ സ്ട്രെങ്ത് ആയിരിക്കും ഇതിനുണ്ടാകുന്നത്. ഇനി ഹൈ ടെമ്പറേച്ചറിലും ഇതിന്റെ സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഗുഡ് സ്ട്രെങ്ത് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പൊ ക്രീപ്പ് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും ഏതിൽ? എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ ക്രീപ്പ് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, റീറ്റെയിൻ ക്രീപ്പ് സ്ട്രെങ്ത് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതുപോലെ ഏതുമാണ്? കീപ് സ്ട്രെങ്ത് മാത്രമല്ല, ഹാർഡ്നസ്. ക്രീപ്പ് സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നസ്. റീറ്റെയിൻ ക്രീപ്പ് സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ എലിവേറ്റഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിസ്റ്റണില്, സിലിണ്ടർ ഹെഡ്സിൽ, ക്രാങ്ക് കേസിൽ. ഇതിന്റെ അലുമിനിയത്തിന്റെയും ഓട്ടോമൊബൈൽസിന്റെയും ഏതിലാണ് ഇത് ഉപയോഗിക്കുന്നത്? പിസ്റ്റണിൽ ഉപയോഗിക്കുന്നുണ്ടോ? എയറോപ്ലെയിന്റെയും ഓട്ടോമൊബൈൽസിന്റെയും പിസ്റ്റണിൽ ഉപയോഗിക്കുന്നുണ്ടാവും, സിലിണ്ടർ ഹെഡ്സിൽ ഉപയോഗിക്കുന്നുണ്ടാവും, ക്രാങ്ക് കേസിൽ ഉപയോഗിക്കണം. അപ്പൊ യൂസ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ഇൻ പിസ്റ്റൺ, പിന്നെയോ സിലിണ്ടർ ഹെഡ്, പിന്നെയോ ക്രാങ്ക് കേസ്. ഏതിന്റെയാണ്? ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയ്റോപ്ലെയിൻസ്. അപ്പോൾ ഓട്ടോമൊബൈൽസിന്റെയും എയ്റോപ്ലെയിൻസിന്റെയും ഏതില്? പിസ്റ്റണില്, സിലിണ്ടറില്, ക്രാങ്ക് കേസിൽ ആര് ഉപയോഗിക്കുന്നു? വൈ അലോയിയെ നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ? അടുത്തത് ഹിൻഡാലിയാണ്. ഓക്കെ, ഹിൻഡാലുമിനാണ്. അപ്പൊ ഹിൻഡാലുമിനില് 4% എന്തുണ്ടാവുന്നത്? മഗ്നീഷ്യം ഉണ്ടാവുന്നത്. ഹിൻഡാലുമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
4% മഗ്നീഷ്യം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അപ്പോൾ 4% മഗ്നീഷ്യം ഉണ്ടാവും. ഓക്കെ, ബാക്കിയെല്ലാം സ്മോൾ പെർസെൻറ്റേജിലാണ് ഉണ്ടാവുക. അപ്പോൾ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് എന്താ ഉണ്ടാവുക? സ്മോൾ പെർസെൻറ്റേജ് ഓഫ് എന്താണ്? മാംഗനീസ് ഉണ്ടാവും, ക്രോമിയം ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും. ഓക്കെ, ബാക്കിയോ ബാലൻസ് എന്താണ്? ബാലൻസ് ഇപ്പൊ നിയർലി ഒരു 96 അല്ലെങ്കിൽ 95% എന്ത് തന്നെയായിരിക്കും? അലുമിനിയം ആയിരിക്കും. ഇതൊക്കെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത്? ഈ പറഞ്ഞിരിക്കുന്നവന്മാര്. ഇപ്പൊ ബാക്കിയെല്ലാം എന്താണ്? നമ്മുടെ അലുമിനിയമാണ്. ഇതെന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും, ഹാർഡ് ആയിരിക്കും. ഓക്കെ, സ്ട്രോങ് ആൻഡ് ഹാർഡ് ആണ്. ഓക്കെ, ഫൈൻ ഫിനിഷ് കിട്ടും നമുക്ക് ഏത്? ഹിൻഡാലിയത്തിൽ. ഇപ്പൊ ഫൈൻ ഫിനിഷ് കിട്ടും ആരില്? ഹിൻഡാലിയത്തിൽ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പാണ് ഇവൻ. ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ക്യാൻ ബി ക്ലീൻഡ് ഈസിലി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാൻ ബി ക്ലീൻഡ് ഈസിലി. പിന്നെ ഏതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല? ഫുഡിലുള്ള ആസിഡുമായിട്ട് ഇവൻ റിയാക്ട് ചെയ്യില്ല. ഏതുമായിട്ട് റിയാക്ട് ചെയ്യില്ല? ഡു നോട്ട് റിയാക്ട് വിത്ത് ഫുഡ് ആസിഡ്സ്. ഓക്കെ, അപ്പോൾ നോ റിയാക്ഷൻ വിത്ത് ഫുഡ് ആസിഡ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇതിനെ ഉപയോഗിക്കുന്നുണ്ടാവുക? യുടെൻസിൽസ് ഉണ്ടാക്കാനായിരിക്കും. ഓക്കെ, പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവന്റെ യൂസ് എന്ന് പറയും. യൂസ്ഡ് ഫോർ മേക്കിംഗ് യുടെൻസിൽസ്. അപ്പൊ യുടെൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവനെ ഉപയോഗിക്കുന്നത്. യുടെൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കുന്നത്? ഹിൻഡാലിയത്തിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് മഗ്നീഷ്യമാണ് ഇതിനുള്ളതെന്ന് ചോദിക്കും. എത്ര പെർസെൻറ്റേജ് മഗ്നീഷ്യം ഉള്ളത്? 4% മഗ്നീഷ്യമാണുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മഗ്നാലിയമാണ്. ഓക്കെ, മഗ്നാലിയത്തിൽ 85 മുതൽ 95% വരെ ആയിരിക്കും അലുമിനിയം ഉണ്ടാവുക. അപ്പോൾ എത്ര ശതമാനമാണ് അലുമിനിയം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? അലുമിനിയം 85 മുതൽ 95 വരെ ആയിരിക്കും. 95% വരെ ആയിരിക്കും എന്തുണ്ടാവുക? അലുമിനിയം ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? പിന്നെയോ കോപ്പർ 2% ഉണ്ടാവും. പിന്നെ ആരാ ഉണ്ടാവുക? കോപ്പർ 2%. പിന്നെ നിക്കല്, അയേൺ ഉണ്ടാവും, പിന്നെ മാംഗനീസ് ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും, ടിൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ എന്താ ഉണ്ടാവുക? നിക്കൽ ഉണ്ടാവും, അയേൺ ഉണ്ടാവും, മാംഗനീസ് ഉണ്ടാവും, പിന്നെയോ സിലിക്കൺ ഉണ്ടാവും, പിന്നെയോ ടിൻ ഉണ്ടാവും. അപ്പൊ ഇവരെത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും 2% ഉണ്ടാവുക. ക്ലിയർ അല്ലേ? പിന്നെ ഉണ്ടാവുന്നത് മഗ്നീഷ്യമാണ്. ഇതാണ് മഗ്നീഷ്യം. 1.5 മുതൽ 5% വരെയാണ് ഏതുണ്ടാവുക? മഗ്നീഷ്യം ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇപ്പൊ 2% ഉള്ള ആൾക്കാർ ആരാണ്? കോപ്പറും, നിക്കൽ, അയൺ, മാംഗനീസ്, സിലിക്കൺ, പിന്നെ ടിൻ എന്നിവയാണ് 2% ഉണ്ടാവുന്നത്. ഓക്കെ, 1.5% മുതൽ 5% വരെയാണ് മാംഗനീസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവനെ ഗുഡ് മെഷീനിങ് പ്രോപ്പർട്ടി ആയിരിക്കും. നല്ല മെഷീനിങ് പ്രോപ്പർട്ടി ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇപ്പൊ ഗുഡ് മെഷീനിങ് പ്രോപ്പർട്ടി മാത്രമല്ല ആൻഡ് ലൈറ്റ് വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഇവനെ എയർക്രാഫ്റ്റിന്റെയും ഓട്ടോമൊബൈൽസിന്റെയും കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഏതിലുപയോഗിക്കുന്നു? യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പോണൻസ് ഓഫ് ആരാണ്? എയർക്രാഫ്റ്റിന്റെയും പിന്നെയോ ഓട്ടോമൊബൈൽസിന്റെയും. അപ്പൊ യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പോണൻസ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഓട്ടോമൊബൈൽസ്. ആര്? മെഗ്നാലിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? അലുമിനിയം അലോയ്സിനെ കുറിച്ചിട്ടും അതിന്റെ അലുമിനിയത്തിനെ കുറിച്ചിട്ടും അതിന്റെ അലോയ്സിനെ കുറിച്ചിട്ടും നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത് നമുക്ക് പറയാനുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഷേപ്പിംഗ് അലുമിനിയം ഫാബ്രിക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം പ്രോസസ് ഓഫ് ഷേപ്പിംഗ് അലുമിനിയം ഇൻടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അപ്പം ഫാബ്രിക്കേഷൻ എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷേപ്പിംഗ് ഇൻടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് എന്ത്? ഫാബ്രിക്കേഷന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഷേപ്പിംഗ് ഇൻടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്.
ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അതാണ് എന്ത് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അലുമിനിയത്തിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നു. എക്സ്ട്രൂഷൻസ് വഴി, വെൽഡിങ് വഴി, പിന്നെ ഷിയറിങ് വഴി, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ എന്താണ് മെഷീനിങ് വർക്ക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഡോർസ് ഉണ്ടാക്കുന്നു, സോളാർ പാനൽസിന്റെ പാർട്സ് ഉണ്ടാക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റ് ഓഫ് എന്താണുള്ളത്? വെൽഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പ്രോസസ്സിന്റെ സമയത്ത്, വെൽഡ് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്, സ്റ്റാമ്പിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാമ്പിങ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെൻഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സ്ട്രൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സി സെക്ഷനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എക്സ്ട്രൂഷൻ ചെയ്യുന്നുണ്ട്. ചാനൽ സെക്ഷനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എക്സ്ട്രൂഡിങ്. ഓക്കെ, പിന്നെയോ ഷിയറിങ്. മാത്രമല്ല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ എക്സെട്ര. ഇതൊക്കെ ചിലത് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ട്, ഷിയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അലുമിനിയത്തിന്റെ തന്നിരിക്കുന്ന ഒരു അലുമിനിയം ഷീറ്റിനെ അല്ലെങ്കിൽ ഒരു അലുമിനിയം മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഈ അലുമിനിയത്തിന്റെ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും പിന്നെയോ ഈസി ടു വർക്ക് ആയതുകൊണ്ടും പിന്നെ ഈസി ടു വർക്ക് ആയതുകൊണ്ടും നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഫാബ്രിക്കേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീലിനെ കൊണ്ടാണ്. അപ്പോൾ സ്റ്റീലിനെ പല സ്ഥലത്ത് റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ എനിക്ക് ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് വേണം. അതുകൊണ്ട് മുമ്പുണ്ടാക്കിയിരിക്കുന്ന ഫാബ്രിക്കേഷൻസ് വർക്കുകൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു ആരെ വെച്ചിട്ട്? അലുമിനിയം ഫാബ്രിക്കേഷൻസ് വെച്ചിട്ട്. അപ്പോൾ അതാണ് അലുമിനിയം ഫാബ്രിക്കേഷൻസിൽ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് അലുമിനിയം പാർട്ടീഷൻ സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അലുമിനിയം സെക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾഡ് ഇത് എന്തിനാണ് നമ്മുടെ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അത് അലുമിനിയം ഫാബ്രിക്കേഷൻസ് അല്ലെങ്കിൽ അലുമിനിയം ഫ്രെയിംസ് ഇതിനൊക്കെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അലുമിനിയം സെക്ഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വുഡിന്റെ യൂസിനെ എന്ത് ചെയ്യുന്നു? വളരെയധികം കുറക്കുന്നു. അപ്പോൾ യൂസ് ഓഫ് അലുമിനിയം സെക്ഷൻസ് സബ്സ്റ്റാൻഷ്യലി ഡിക്രീസസ്. എന്താണ് നമ്മൾ ഇൻ ജനറൽ സെക്ഷന്റെ കാര്യമാണ് പറയുന്നത്. യൂസ് ഓഫ് അലുമിനിയം സെക്ഷൻ സബ്സ്റ്റാൻഷ്യലി ഡിക്രീസസ്. എന്ത് ഡിക്രീസ് ചെയ്യുന്നു? യൂസ് ഓഫ് വുഡിന്റെ യൂസ് ഓഫ് വുഡ്. അപ്പോൾ വുഡിനെ പല സ്ഥലത്തും എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുകയാണ് നമ്മുടെ അലുമിനിയം സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടീഷൻ സെക്ഷൻസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്ഡ് ഓഫ് അലുമിനിയം അലോയ് എക്സ്ട്രൂഷൻസ്. അപ്പം നമ്മൾ ഈ പറയുന്ന പാർട്ടീഷൻ സെക്ഷൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടീഷൻ സെക്ഷൻസ് ആർ മെയ്ഡ് ഓഫ് അലുമിനിയം അലോയ് എക്സ്ട്രൂഷൻസ്, മെയ്ഡ് ഓഫ് അലുമിനിയം അലോയ് എക്സ്ട്രൂഷൻ പ്രോസസ് വഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പാർട്ടീഷൻ സെക്ഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് അലുമിനിയം അലോയ് പാർട്ടീഷൻ സെക്ഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ എന്താണ് സോഫ്റ്റ് ക്ലോത്ത് കൊണ്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കതിനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ഡിഫറെന്റ് പാർട്ടീഷൻ സെക്ഷൻസ് യൂസ് ടു കൺസ്ട്രക്ട് പാർട്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് പാർട്ടീഷൻ sections used to construct ഒരു പാർട്ടീഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടീഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പാർട്ടീഷൻ ഉണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സിംഗിൾ പാർട്ടീഷൻ ഉണ്ട്, പിന്നെ ഡബിൾ പാർട്ടീഷൻ ഉണ്ട്, പിന്നെ റെക്ടാങ്കുലർ ട്യൂബ്സ് ഉണ്ട്, പിന്നെ പാർട്ടീഷൻ സ്പ്ലിറ്റ് ഉണ്ട്, പിന്നെയോ
പിന്നെ ഗ്ലേസിങ് ക്ലിപ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ബേസിക്കലി ഈ രണ്ട് സാധനത്തിനെ കുറിച്ചിട്ടും പിന്നെ ഈ പറയുന്നവനെ കുറിച്ചിട്ടും ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്ടീഷൻ സെക്ഷൻ യൂസ്ഡ് ടു കൺസ്ട്രക്ട് പാർട്ടീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ പാർട്ടീഷനാണ്. അതായത് ഒരു സൈഡിൽ മാത്രമേ നമുക്ക് എന്ത് ആവശ്യമുള്ളൂ. ഇപ്പം ഒരു പാർട്ടീഷൻ സെക്ഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പം പാർട്ടീഷൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, രണ്ട് സ്ഥലത്തിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും ചിലപ്പം കാർഡ്ബോർഡ് ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും ഗ്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ എനിക്ക് ഗ്ലാസ് വേണ്ടുള്ളൂ എങ്കിൽ, ഓക്കെ, അല്ല രണ്ട് സൈഡിലും എനിക്ക് ഗ്ലാസ് വേണം എന്നുണ്ട് എങ്കിൽ, ഒരു സൈഡിൽ മാത്രമാണ് എനിക്ക് വേണ്ടതെങ്കിൽ സിംഗിൾ പാർട്ടീഷൻ എന്നും, രണ്ട് സൈഡിലാണ് വേണ്ടതെങ്കിൽ അതിനെ ഡബിൾ പാർട്ടീഷൻ എന്നും ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പടം നമുക്കൊന്ന് നോക്കിയേക്കാം. ഇതാണ്, ഒന്ന് റേസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് മുകളിൽ കാണുന്നതാണ് ഒരു സിംഗിൾ പാർട്ടീഷനും ഡബിൾ പാർട്ടീഷനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിംഗിൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ ഈ സാധനമാണ് സിംഗിൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഗ്ലാൻസിങ് ക്ലിപ്പ് അവിടെ ഇതാണ് ഗ്ലാൻസിങ് ക്ലിപ്പ്, ഇതാണ് എന്ത് ഡബിൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ പാർട്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ പാർട്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ്ഡ് വെൻ പ്രീലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡ്സ് ആർ ഫിറ്റഡ് ഓൺ വൺ സൈഡ് ഓൺലി. അപ്പം ഗ്ലാസോ പ്രീലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡ്സോ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ അപ്പോഴാണ് നമ്മൾ സിംഗിൾ പാർട്ടീഷനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മുകളിലുള്ള ഈ ഭാഗത്ത് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ, ഇവിടെ മാത്രമേ നമ്മൾ ആ പ്രീലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റോ അല്ലെങ്കിൽ ഗ്ലാസോ വെക്കുന്നുള്ളൂ. ഓക്കെ, അതായത് ഈ ക്ലിപ്പിനെ കൊണ്ടുപോയി ഗ്ലാൻസിങ് ക്ലിപ്പിനെ കൊണ്ടുപോയിട്ട് ഇവിടെയും വെക്കും. ഈ ഡി എന്ന് പറയുന്ന പോർഷനിലായിരിക്കും നമ്മൾ ഗ്ലാസോ അല്ലെങ്കിൽ നമ്മുടെ എന്തോ വെക്കുന്നത്, നമ്മുടെ ആ ബോർഡോ വെക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ സിംഗിൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് വെൻ ഗ്ലാസസ് or pre-laminated particle boards are fitted on one side only. ഒരു വശത്ത് മാത്രമേ അതിനെ ഫിറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതാണ് ആ സാധനം. ഓക്കെ, ഒരു വശത്ത് മാത്രമേ ഫിറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഫിറ്റ് ചെയ്യുന്ന ഒന്ന് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് ആ ഫിറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ പറയുന്ന ഗ്ലാൻസിങ് ക്ലിപ്പ് ഉണ്ട്. ഈ ഗ്ലാൻസിങ് ക്ലിപ്പിനെ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ പ്രസ് ഫിറ്റ് ചെയ്യാണ്. ഇതേപോലെ പ്രസ് ഫിറ്റ് ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, ഈ എന്ന് പറയുന്ന ഈ ഭാഗത്തിനുള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്ലാൻസിങ് ക്ലിപ്പിനെ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസ് ആണ് എങ്കിൽ ഇവനാണത് റബ്ബർ പാക്കിങ് എന്ന് പറയുന്നത്. റബ്ബർ പാക്കിങ് വെക്കുന്നു ആരുടെ ഉള്ളിൽ, ഈ പറയുന്ന രണ്ട് ഗ്ലാൻസിങ് ക്ലിപ്പിൻ്റെ ഉള്ളിൽ. അതിനുള്ളിലേക്കാണ് ഞാൻ എന്ത് ഫിറ്റ് ചെയ്യുന്നത്, ഗ്ലാസിനെ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗ്ലാസിൻ്റെ തിക്നെസ്സിനേക്കാളും എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ഈ ഗ്യാപ്പ് പ്രസ് ഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രഷർ ഫിറ്റ് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാസിൻ്റെ തിക്നെസ്സിനേക്കാളും 2 mm ലെസ് ആയിരിക്കും ഏതിൻ്റെത്, ഈ പറയുന്ന എന്താണ് തിക്നെസ് ഗ്ലേസിങ് ക്ലിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഈ തിക്നെസ്, ഈ ഗ്ലേസിങ് ക്ലിപ്പുകൾ കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഈ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ തിക്നെസ് എത്രയാണോ അതിനേക്കാളും 2 mm കുറവായിരിക്കും. അതായത് കുറച്ചും കൂടി ഉള്ളിലേക്കായിരിക്കും ഇവൻ പോകുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തായി, അപ്പം ഗ്ലാസിൻ്റെ തിക്നെസ് ഒരു 5 ആണ് എങ്കിൽ ഇവിടെ 2 mm കുറവ് ഗ്യാപ്പ് മാത്രമേ എനിക്ക് ഇവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് 3 mm ഗ്യാപ്പ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഗ്ലാസിൻ്റെ തിക്നെസ് 5 ആണെങ്കിൽ. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഞാൻ ഉള്ളിലേക്ക് ഇടുന്ന നേരത്ത് അവിടെ ഒരു പ്രഷർ ഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഏതിൻ്റെയും ഗ്ലേസിങ് ക്ലിപ്പിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലാസിൻ്റെ തിക്നെസ് എത്രയാണോ അതിനേക്കാളും 2 or 3 mm കുറവിലായിരിക്കും ഇവിടുത്തെ ഈ ഗ്യാപ്പിൻ്റെ തിക്നെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് ഇവിടെ വെക്കുമ്പോൾ 5 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ആണ് വെക്കുന്നതെങ്കിൽ ഇവിടെ 2 mm കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ് 3 mm ഉള്ളൂ. അപ്പോൾ എന്തായി, ഈ 5 mm വെക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു പ്രഷർ ഫിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ ഉറച്ചു നിൽക്കും ഇതിൻ്റെ കൂടെ ഈ റബ്ബർ പാക്കിങ്ങിൻ്റെ കൂടെ. എന്നാൽ ഈ റബ്ബർ പാക്കിംഗ് നമ്മൾ ഉപയോഗിക്കില്ല എപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രീലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടെ പറയും നോവ പാൻസ് എന്നും കൂടെ പറയും. അപ്പോൾ നോവ പാൻസ് അല്ലെങ്കിൽ പ്രീലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ പറയുന്ന റബ്ബർ ബുഷിൻ്റെ അല്ലെങ്കിൽ റബ്ബർ പാക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഗ്ലാസ് വെക്കുമ്പോഴാണ് റബ്ബർ പാക്കിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഡബിൾ പാർട്ടീഷൻ്റെ കാര്യം കൂടെ പറയാം. അപ്പോൾ ഡബിൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവനാണ് ഡബിൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും എനിക്ക് ഈ സാധനം വെക്കണം. ഏത് വെക്കണം? ഗ്ലാസ് വെക്കണം, അല്ലെങ്കിൽ പ്രീലാമിനേറ്റഡ് പാർട്ടിക്കിൾസ് വെക്കണം. ഓക്കെ, അപ്പോൾ ഡബിൾ പാർട്ടീഷൻ. ഡബിൾ പാർട്ടീഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് വേർ ഓർ യൂസ്ഡ് വെൻ എന്ത് വേണം പറയാം. യൂസ്ഡ് വേർ എന്താണ്? ഗ്ലാസസ് ഓർ pre-laminated particle boards are fitted on both sides. ഇപ്പോൾ രണ്ട് സൈഡ്സിലും ഫിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലേ, ഇവിടെ കാണുന്നുണ്ടല്ലോ, മുകളിലും താഴെയും എനിക്ക് കാണാൻ വേണ്ടി പറ്റും, ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഗ്ലേസിംഗ് ക്ലിപ്പിനെ എങ്ങനെയാണ് ഞാൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ എന്ത് പറയുന്നുണ്ട്? ലെങ്ത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ, ഗ്ലേസിംഗ് ക്ലിപ്പിന്റെ ലെങ്ത് ഞാൻ പറയുന്നുണ്ട്. ഇതാണ് ഗ്ലേസിംഗ് ക്ലിപ്പ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് പറയുന്നുണ്ട് 19.05 എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് 17.27 എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ തിക്നെസ് ഞാൻ പറയുന്നത് എത്രയാണ്? 0.75 എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ലെങ്ത്തിനെയും ഹൈറ്റിനെയും തിക്നെസ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രസ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത്തിനെ, ഓക്കെ, പ്രസ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത്തിനെ, അതിൻ്റെ ഹൈറ്റിനെ, അതിൻ്റെ തിക്നെസ്സിനെ. ക്ലിയർ ആണല്ലോ. പ്രസ് ഫിറ്റ് ചെയ്യാത്ത നേരത്തെ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അതിൻ്റെ ലെങ്ത്തിനെ, പിന്നെ അതിൻ്റെ ഹൈറ്റിനെ, പിന്നെ അതിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത്, ഹൈറ്റ്, പിന്നെയോ തിക്നെസ്. ഇപ്പോൾ പ്രസ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത്ത്, ഹൈറ്റ്, തിക്നെസ് എത്രയായിരിക്കും എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഗ്ലേസിംഗ് ക്ലിപ്പിന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ റബ്ബർ പാക്കിംഗ് എന്ന് പറയുന്നത്. ഇവരാണ് എൻ്റെ റബ്ബർ പാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ റബ്ബർ പാക്കിങ്ങിനെയും എനിക്ക് എന്താ പറയുക, ഈ റബ്ബർ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ എപ്പോഴും മാത്രമേ നമ്മൾ റബ്ബർ പാക്കിംഗ് ഉപയോഗിക്കുന്നുള്ളൂ, ഗ്ലാസ് ഫിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ റബ്ബർ പാക്കിംഗ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തിനു പറയുന്നുണ്ട്? ഈ പറയുന്ന ബോട്ടം ലെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ബോട്ടം ലെങ്ത്തിനെ കുറിച്ചിട്ട്, പിന്നെയോ അതിൻ്റെ ഹൈറ്റിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ബോട്ടം ലെങ്ത് ഇവിടെ 8 ആണ്, ഹൈറ്റ് 10 ആണ്. അതേപോലെ ഇതിൻ്റെ ഏതാണ്? ഇന്നർ ഡയ എന്ന് പറയുന്നത് 2.5 ആണ്, ഔട്ടർ ഡയ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നർ ഹോൾ ലെങ്ത്തിൻ്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 2.5 ആണ്, മുകളിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 10 mm ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഏതിനെയും സ്പെസിഫൈ ചെയ്യുന്നത്, ഈ റബ്ബർ പാക്കിങ്ങിനെയും സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കാനുള്ളത്, റബ്ബർ പാക്കിങ് എപ്പോൾ ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം. പ്രീലാമിനേറ്റഡ് ബോർഡ്സ് ഓർ നോവ പെൻസ് ആണ് എങ്കിൽ, പ്രീലാമിനേറ്റഡ് ബോർഡ്സ് ഓർ നോവ പാൻസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? നോ റബ്ബർ പാക്കിംഗ്. അപ്പോൾ നോ റബ്ബർ പാക്കിംഗ് ഈസ് യൂസ്ഡ്. ഓക്കെ, നോ റബ്ബർ പാക്കിംഗ് ഈസ് റിക്വയർഡ്. അപ്പോൾ പ്രീലാമിനേറ്റഡ് ബോർഡ് അല്ലെങ്കിൽ നോവ പാൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ റബ്ബർ പാക്കിംഗ് ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ അലുമിനിയം പാർട്ടീഷൻ സെക്ഷൻസ്, രണ്ട് പാർട്ടീഷൻ സെക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ റൈറ്റ് ആംഗിളിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയം പാർട്ടീഷൻ സെക്ഷൻസിന് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുക? രണ്ട് സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ആംഗിളിലാണ് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ഉപയോഗിച്ചിട്ടാണ്? അലുമിനിയം ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പാർട്ടീഷൻ സെക്ഷൻസ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടീഷൻ സെക്ഷൻസ് are fitted to each other at right angles.
right angles, at right angles using aluminum angle piece, using aluminum ആംഗിൾ. നമുക്കിനി അടുത്തത് അലുമിനിയം ആംഗിളിനെ കുറിച്ച് പറയണം. ആംഗിൾ പീസ്, അലുമിനിയം ആംഗിൾ പീസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പെസിഫിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മെറ്റൽ സ്ക്രൂസ്. ഈ മെറ്റൽ സ്ക്രൂസ് നമ്മൾ ഇടുന്ന സമയത്ത് മെറ്റൽ സ്ക്രൂവിൻ്റെ ഏതാണ് ബോർ, അതായത് റൂട്ട് ഡയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അലുമിനിയത്തിന് ഹോൾ ഉണ്ടാക്കും നമ്മൾ ഏതിന് ബേസ് ചെയ്തിട്ടാണ്, റൂട്ട് ഡയ ഓഫ് ദി സ്ക്രൂവിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അലുമിനിയം സെക്ഷൻസിൽ നമ്മൾ എന്തുണ്ടാക്കുന്നു, എന്താ പറയുക, ആംഗിളിലും അതിൻ്റെ ജോയിൻ ചെയ്യേണ്ട പാർട്ടിലും നമ്മൾ എന്തുണ്ടാക്കുന്നു, ഹോൾ ഉണ്ടാക്കുന്നു. അതിന് ഏതിന് ബേസ് ചെയ്തിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രൂവിൻ്റെ റൂട്ട് ഡയനെ ബേസ് ചെയ്തിട്ടാണ്, റൂട്ട് ഡയ ഓഫ് സ്ക്രൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിൻ്റെ നോമിനൽ ഡയ അല്ലെങ്കിൽ ഔട്ടർ ഡയ അല്ലെങ്കിൽ ക്രസ്റ്റ് ഡയനെ ബേസ് ചെയ്തിട്ടല്ല, ട്രഫ് അല്ലെങ്കിൽ റൂട്ട് ഡയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, അവിടെ മൈനർ ഡയനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാക്കുന്നത്, നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ റൂട്ട് ഡയ എന്ന് പറഞ്ഞാൽ മൈനർ ഡയ, റൂട്ട് ഡയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂവിൻ്റെ ഈ പറയുന്ന ത്രെഡുകൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ത്രെഡുകൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ത്രെഡുകൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് റൂട്ട് ഡയ എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ മേജർ ഡയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂട്ട് ഡയ എന്ന് പറയുന്നത്. ഓക്കെ, ഡി എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഈ റൂട്ട് ഡയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, നമ്മുടെ ഹോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാർ തിരിച്ച് കയറ്റുന്ന നേരത്ത് അലുമിനിയം സോഫ്റ്റ് ആയതുകൊണ്ട് ഇവന്മാർ സെൽഫ് ടാപ്പായിട്ട് അവിടെ എന്താവുന്നുണ്ട്, ടൈറ്റൺ ആവുന്നുണ്ട്. അപ്പോൾ സ്ക്രൂസ് ഗെറ്റ് ടൈറ്റൺ ബൈ സെൽഫ് ടാപ്പിംഗ്. അപ്പോൾ സ്ക്രൂസ് ഗെറ്റ് ടൈറ്റൺ ബൈ സെൽഫ് ടാപ്പിംഗ് വഴിയാണ് സ്ക്രൂസ് എന്താവുന്നത്, ടൈറ്റൺ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അലുമിനിയം പാർട്ടീഷൻ സെക്ഷനിൽ പറയാനുള്ളത്. അടുത്ത നമുക്ക് പറയാനുള്ളത് അലുമിനിയം ഡോർ സെക്ഷനിലാണ്. ഓക്കെ, അലുമിനിയം ഡോർ സെക്ഷനിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഫിഗർ ഇടത്തേക്ക് മെയിനായിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഡോർ ഹാൻഡിൽ, ഡോർ വെർട്ടിക്കൽസ്, പിന്നെ ഡോർ ടോപ്സ് ആൻഡ് ബോട്ടം, ഡോർ മുള്ളിയൻസ്, ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ഡോർ മുള്ളിയൻസിന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡോർ വെർട്ടിക്കൽസ് ആണ് ഡോർ ഫ്രെയിമിന്റെ വെർട്ടിക്കൽ മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് ഡോർ വെർട്ടിക്കലിനെ എടുക്കാം. ആദ്യത്തെ തന്നെയാണ് ഡോർ വെർട്ടിക്കൽ. ഓക്കെ, ഡോർ വെർട്ടിക്കൽ എന്താണ്, ഇവൻ യൂസ്ഡ് ആസ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദി ഡോർ ഫ്രെയിം, വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദി ഡോർ ഫ്രെയിം. അപ്പോൾ ഡോർ വെർട്ടിക്കലാണ് അതിൻ്റെ വെർട്ടിക്കൽ മെമ്പറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് ടൈപ്പിലാണ്, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഡോർ വെർട്ടിക്കലുണ്ട്, ഇവിടെ ഒരു ഡോർ വെർട്ടിക്കലുണ്ട്. പ്രത്യേകം നോക്കി, ഒരു ഡോർ വെർട്ടിക്കലിൻ്റെ താഴെ എന്തില്ല, താഴെ നിങ്ങൾക്ക് ഒരു ഗ്രൂവ് കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രൂവ് ഉള്ളവനാണ്, വിത്ത് റബ്ബർ ഗ്രൂവ് ആണ്. ഇതോ വിത്തൗട്ട് റബ്ബർ ഗ്രൂവ് ആണ്. അപ്പോൾ ഈ സാധനം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ സാധനം റബ്ബർ പാക്കിംഗ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമുകളുടെ വാതിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് വെക്കും, ഇവിടെ റബ്ബർ പാക്കിംഗ് വെക്കും. അതായത് വിത്ത് ഗ്രൂവ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക, എയർ കണ്ടീഷൻഡ് ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, എയർ കണ്ടീഷൻ റൂമിൻ്റെ ഡോർ സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇത് സാധാരണ എയർ കണ്ടീഷൻ അല്ല എങ്കിൽ നമ്മൾ എന്ത് വെക്കില്ല, ഗ്രൂവ് വെക്കില്ല. ക്ലിയർ, റബ്ബർ പാക്കിംഗ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തിനാ ഈ ഗ്രൂവ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ രണ്ട് ടൈപ്പാണല്ലോ, എന്താണ് വിത്ത് ഗ്രൂവും വിത്തൗട്ട് ഗ്രൂവും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പാണുള്ളത്. ഏതാണത്, 2 ടൈപ്പ്. ഏതാണത്, വിത്ത് ഗ്രൂവ്. ഓക്കെ, എന്തിനാ ഗ്രൂവ്, റബ്ബർ പാക്കിംഗ് വെക്കാൻ വേണ്ടിയിട്ട്, റബ്ബർ പാക്കിംഗ്. പിന്നെയോ വിത്തൗട്ട് ഗ്രൂവ്. ഇനി AC റൂംസിനൊക്കെയാണ് നമ്മൾ എന്താ വെക്കുക, എയർ കണ്ടീഷൻ ക്യാബിൻ റൂംസിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ വെക്കുക, വിത്ത് ഗ്രൂവ് ആണ് വെക്കുക. ഓക്കെ, അപ്പം AC ക്യാബിൻസിന് അല്ലെങ്കിൽ റൂംസിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക, വിത്ത് ഗ്രൂവ് ആണ് ഉപയോഗിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പാക്കിങ് എയർ പ്രൂഫ് ആക്കുന്നുണ്ട്. അപ്പോൾ റബ്ബർ പാക്കിങ് എന്താക്കുന്നുണ്ട്, എയർ പ്രൂഫ് ആക്കും. ഓക്കെ, റബ്ബർ പാക്കിങ് എന്താക്കുന്നുണ്ട്, എയർ പ്രൂഫ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ വിത്ത് ഗ്രൂവ് ഉണ്ട്, വിത്തൗട്ട് ഗ്രൂവ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ. ഇനി ഡോർ ബോട്ടംസ് ആൻഡ് ടോപ്സ്, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ആർ യൂസ്ഡ്
ആസ് ടോപ്പ് ആൻഡ് ബോട്ടം മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം. അപ്പം ഡോറ് ബോട്ടംസ് ആൻഡ് ടോപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ബോട്ടം, ഇത് തന്നെയാണ് ടോപ്പും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഡോറിന്റെ ടോപ്പും ബോട്ടം മെമ്പറും ആയിട്ട്, ഓക്കെ, ഡോർ ഫ്രെയിമിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആര്? ഈ ഡോർ ബോട്ടംസ് ആൻഡ് ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോർ ബോട്ടംസ് ആൻഡ് ടോപ്പ്, ഡോർ ബോട്ടംസ് ആൻഡ് ടോപ്പ്. ഡോർ ബോട്ടംസ് ആൻഡ് ടോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ആസ് ടോപ്പ് ആൻഡ് ബോട്ടം മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം. യൂസ്ഡ് ആസ് ടോപ്പ് ആൻഡ് bottom member of door frame. ഓക്കെ, ഇനി അതിനുണ്ട് തന്നെ നിങ്ങൾക്ക് ആ പടത്തിൽ നോക്കിക്കാണും, ദേ ആർ ഹാവിങ് ഗ്രൂസ് ലൈക്ക് സിംഗിൾ ഡബിൾ പാർട്ടീഷൻ. ഓക്കെ, അതിന്റെ ഒരു സൈഡിൽ അവർക്ക് എന്തുണ്ട്? ഈ പറയുന്ന ഗ്രൂസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അതിൽ. ഓക്കെ, എന്തുണ്ട്? നമ്മുടെ ആ സിംഗിൾ ഡബിൾ പാർട്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്തുണ്ടായിരുന്നു? ഗ്രൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തുണ്ട്? ഇവിടെ ഗ്രൂസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സെയിം പർപ്പസ്, ഗ്ലാസ് അല്ലെങ്കിൽ പ്രീലാമിനേറ്റഡ് പാർട്ടിക്കിൾസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അവർക്ക് ഗ്രൂസ് ഉണ്ട്. ഹാവ് ഗ്രൂസ് ടു ഫിക്സ്, ഹാവ് ഗ്രൂസ്. ഇവിടുത്തെ ഗ്രൂസ് എന്തിനാണ്? ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഗ്ലാസസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർ ഏതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി? പ്രീ ലാമിനേറ്റഡ് ബോർഡ്സിനെ, പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ് എനിക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പാർട്ടിക്കിൾ ബോർഡ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഗ്രൂവ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ഡോർ മുള്ളിയൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് ആര്? ഡോർ മുള്ളിയൻ എന്ന് പറയുന്നത്. ആസ് മിഡിൽ പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഡോർ മുള്ളിയൻസ്. സെൻട്രൽ മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം ആരാണെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, ഡോർ മുള്ളിയൻസ്. ഓക്കെ, ഡോർ മുള്ളിയൻസ്. ഡോർ മുള്ളിയൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർ യൂസ്ഡ് ആസ് സെൻട്രൽ മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം. യൂസ്ഡ് ആസ് സെൻട്രൽ മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം. ഓക്കെ, അപ്പോൾ സെൻട്രൽ മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഡോർ മുള്ളിയൻസ് ആക്ട് ചെയ്യുന്നത്. സെൻട്രൽ മെമ്പർ ഓഫ് ഡോർ ഫ്രെയിംസ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഡോർ മുള്ളിയൻസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ നിങ്ങൾക്ക് ഗ്രൂസ് കാണാൻ വേണ്ടി പറ്റും. എന്തിനു വേണ്ടിയാണ്? ഗ്ലേസിംഗ് ക്ലിപ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഗ്ലാസസ്, പിന്നെ പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതിലുള്ള ഡോർ മുള്ളിയൻസിൽ എന്തുള്ളത്? ഗ്രൂസ് കാണുന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ മെമ്പർ ആണ്. അപ്പോൾ അവൻ എന്തിനാണ് അവനിൽ ഗ്രൂവ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലേസിംഗ് ക്ലിപ്സ് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ഗ്ലാസിനെ ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കിൾസിനെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിനാണ് ഡോർ മുള്ളിയൻസിലെ ഗ്രൂസ് കൊടുത്തിരിക്കുന്നത്. അടുത്ത പഠിക്കാനുള്ളത് നമുക്ക് ഇത് ആദ്യം കാണുന്നവനാണ് ഡോർ ഹാൻഡിൽ. അപ്പം ഈ ഡോർ ഹാൻഡിലും ഡോർ മുള്ളിയൻസും ഒരുമിച്ച് വരുന്ന കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോർ ഹാൻഡിൽസ് ഏതിനാണ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ മുള്ളിയൻസും അറിയണം, ഡോർ ഹാൻഡിലും അറിയണം. അപ്പം ഈസ് ഫിക്സഡ് ഓൺ ഡോർ മുള്ളിയൻ ബൈ സ്ക്രൂ. ഡോർ മുള്ളിയൻസ് ബൈ സ്ക്രൂ. അപ്പോൾ ഡോർ മുള്ളിയൻസിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഡോർ ഹാൻഡിൽ വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. എവിടെ ചോദിക്കും ചോദ്യം, ഡോർ ഹാൻഡിൽ എവിടെയാണ് ഫിക്സ് ചെയ്യാന്ന് ചോദിക്കും. ഇവിടെ ഫിക്സ് ചെയ്യുക, ഡോർ മുള്ളിയൻസിലാണ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഡോർ വെർട്ടിക്കൽസിലോ ബോട്ടമിലോ ടോപ്പിലോ അല്ല ഫിക്സ് ചെയ്യുക. അപ്പം ഡോർ ഫ്രെയിമിന്റെ സെൻട്രൽ മെമ്പർ ആണ് ഏത്? ഡോർ മുള്ളിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അത്രയുമാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? ഈ പറയുന്ന നമ്മുടെ ഡോർ സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി സ്പെസിഫിക്കേഷൻസ് ആണ്. ആരുടെ സ്പെസിഫിക്കേഷൻസ് ആണ് പറയാനുള്ളത്? നമുക്ക് അലുമിനിയം ചാനൽസിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ എന്താ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലുമിനിയം ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ സി സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലുമിനിയം ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സി സെക്ഷൻ പോലെ ഇരിക്കുന്നവനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ അലുമിനിയം ചാനൽ എന്ന് പറയുന്നത്. എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്നവനെയാണ്. എക്സ്ട്രൂഡ് ചെയ്തെടുക്കുകയാണ് ഇവനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അലുമിനിയം ചാനൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അലുമിനിയം ചാനൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സി സെക്ഷൻ ആയിട്ടുള്ളതിനാണ് അലുമിനിയം ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് സ്പെസിഫൈ ചെയ്യേണ്ട വരിക? ഇവൻ്റെ ഏത് സ്പെസിഫൈ ചെയ്യണം?
ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഡെപ്തിനെ എനിക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അതേപോലെ ഈ ലെഗിനെ എനിക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ ഫ്ലാഞ്ചിനെ എനിക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്, പിന്നെ ഇവൻ്റെ മാസിനെയും സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, അലുമിനിയം ചാനലിൻ്റെ സ്പെസിഫിക്കേഷനായി. ഓക്കെ, അപ്പോൾ അലുമിനിയം ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രൂഡഡ് സി സെക്ഷനാണ് അലുമിനിയം ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവൻ എക്സ്ട്രൂഡഡ് എന്ത് സെക്ഷനാണ്, സി സെക്ഷനാണ്. എക്സ്ട്രൂഡഡ് സി സെക്ഷൻ ആണ് എന്ത്, ഈ പറയുന്ന അലുമിനിയം ചാനൽ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക എന്ന് PSC ചോദിക്കും. ഡെസിഗ്നേറ്റഡ് ബൈ or as ALC aluminum channel section. Okay, ALC followed by the depth of the channel in mm. The depth of the channel in mm, comma flange width in mm, in mm, and mass of section in kilogram per meter. ഓക്കെ, അപ്പം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ALC 80 × 43.21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അലുമിനിയം ചാനലാണ്. ഇതാണ് അതിൻ്റെ ഡെപ്ത് 80 mm, ഇതാണ് അതിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്ത് 40 mm, ഇതാണ് അതിൻ്റെ വെയിറ്റ് എത്രയാണ് 3.21 കിലോഗ്രാം പെർ മീറ്റർ. ഓക്കെ, പെർ മീറ്ററിലാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ലെങ്ത് മുഴുവനായിട്ട് ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഒരു മീറ്ററിന് എത്ര ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.21 ആണ്. 2 മീറ്റർ ആണെങ്കിലോ 6.42 ആണ്. ഓക്കെ, അതാണ് പെർ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് അലുമിനിയം ആംഗിൾസ്. അലുമിനിയം ആംഗിൾസ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. അലുമിനിയം ആംഗിൾസ് എന്താണ്, നമുക്ക് 2 ടൈപ്പാണ് അലുമിനിയം ആംഗിൾസ് ഉള്ളത്. അപ്പോൾ 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ് ഏതൊക്കെയാണ് 2 ടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈക്വൽ ലെഗ് ആംഗിൾ ഉണ്ട്, പിന്നെയോ അൺഈക്വൽ ലെഗ് ആംഗിൾ ഉണ്ട്. അല്ല, ആദ്യം നമുക്ക് ഈക്വൽ ലെഗ് ആംഗിളിനെ എടുക്കാം. ഈക്വൽ ലെഗ് ആംഗിളിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALE, ഇപ്പം അലുമിനിയം ഈക്വൽ ലെഗ്. ഓക്കെ, ALE അലുമിനിയം ഈക്വൽ എന്നുള്ളതാണ് ALE എന്നുള്ളത്. ഫോളോഡ് ബൈ എന്താണ്, ലെങ്സ് ഓഫ് ദ ഈക്വൽ ലെഗ്സ്. ലെങ്സ് ഓഫ് ലെഗ്സ് എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ആണ്. ആൻഡ് തിക്നെസ് ഓഫ് ദി സെക്ഷൻ. എല്ലാം ഏതിലാണ്, ഇൻ mm. എല്ലാം mm-ലാണ്. അതൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ALE അലുമിനിയം ഈക്വൽ ലെഗ് ആംഗിൾ. ഓക്കെ, 80 × 6. അപ്പോൾ എന്തായാലും ഇത് 80 × 80 mm ആയിരിക്കുമല്ലോ, കാരണം എന്താ, ഈക്വൽ ലെഗ് ആംഗിൾ ആണ് അല്ലേ. അപ്പം ഇതാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ലെഗ് എന്ന് പറയുന്നത് എന്താണ്, 80 mm ആണ്. ഈ ലെഗ് എന്ന് പറയുന്നതും എത്രയാണ്, 80 mm ആണ്. അതുപോലെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്, തിക്നെസ് എന്ന് പറഞ്ഞാൽ 6 mm ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അതാണ് ഏത്, അലുമിനിയം ആംഗിൾ ഈക്വൽ സെക്ഷൻ അല്ല, ഈക്വൽ ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ALE ഈക്വലിന്റെ ഇ എന്ന് ഓർത്താൽ മതി. അലുമിനിയത്തിന്റെ എല്ലാത്തിനും AL ഉണ്ടാവും. ഓക്കെ, അടുത്തെന്താണ് അൺഈക്വൽ ലെഗ്സ്. അതിനോട് ഇതൊന്നും വായിച്ചു കളഞ്ഞേക്കാം. അപ്പോൾ അൺഈക്വൽ ലെഗ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ലെഗ് ചെറുതായിരിക്കും, ഒരു ലെഗ് വലുതായിരിക്കും. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. തിക്നെസ് സെയിം ആയിരിക്കും കേട്ടോ, തിക്നെസ്സിൽ മാറ്റം ഉണ്ടാവില്ല. ഞാൻ വരച്ചപ്പോൾ തിക്നെസ് മാറിപ്പോയിട്ടുണ്ട്, തിക്നെസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് സ്പെസിഫൈ ചെയ്യണം, ആദ്യം നമ്മൾ ഏതിനെ സ്പെസിഫൈ ചെയ്യും, ലോങ്ങർ ലെഗിനെ സ്പെസിഫൈ ചെയ്യുന്നു, പിന്നെ ഷോർട്ടർ ലെഗിനെ സ്പെസിഫൈ ചെയ്യുന്നു, പിന്നെയാണ് അതിൻ്റെ ഏതിനെ സ്പെസിഫൈ ചെയ്യുന്നത്, തിക്നെസ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ അൺഈക്വൽ ആയതുകൊണ്ട് തന്നെ ALU എന്നാണ് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ALU അൺഈക്വൽ, ALU. നമ്മൾ ഇത്രയും നേരം കണ്ടതിന് എല്ലാത്തിനും AL ഉണ്ടായിരുന്നു അല്ലേ, ALU. ഇനി അടുത്ത് വരുന്നതിന് AL ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫോളോഡ് ബൈ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ALU ഫോളോഡ് ബൈ ഓക്കെ, ഫോളോഡ് ബൈ എന്താണ്,
ലെങ്ത് ഓഫ് ലോങ്ങർ ആൻഡ് ഷോർട്ടർ ലെഗ്. ലെങ്ത് ഓഫ് ലോങ്ങർ ആൻഡ് shorter legs, and thickness of the section in mm. ഓക്കെ, അപ്പൊ mm-ലാണ് ഇതിന്റെ എന്ത് പറയുന്നത്, തിക്നെസ്സിനെയും ലെഗ് ലെങ്ത്തുകളെയും പറയുന്നത്. അപ്പൊ ALU 80 × 60 × 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം അൺഈക്വൽ ലെഗ് ആംഗിൾ ആണെന്ന് മനസ്സിലാക്കാം. അതിൽ ലോങ്ങർ 80 mm ലെഗ് ആണ്, ഷോർട്ടർ ലെഗ് 60 mm ആണ്. ഈ സെക്ഷന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 mm ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതാണ് അലുമിനിയം ആംഗിൾസിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് പറയാനുള്ളത് അലുമിനിയം സ്ട്രിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് അലുമിനിയം സ്ട്രിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൾഡ് റോൾഡ് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. എന്ത് റോൾഡ് ആണ്? കോൾഡ് റോൾഡ് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. എങ്ങനെയാണ് അവൈലബിൾ ആയിരിക്കുന്നത്? കോയിൽ ഫോമിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഇതിന് തിക്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ 0.15 mm മുതൽ 5 mm വരെയാണ് ഇതിന്റെ തിക്നെസ് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിന്റെ കേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ലെങ്ത് എന്തായിരിക്കണം? മോർ ദാൻ 8 times ഓഫ് വിഡ്ത്ത് ആയിരിക്കണം. അങ്ങനെയാണ് വിഡ്ത്തും ലെങ്ത്തും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതിയേക്കാം. ഓക്കെ, അപ്പൊ എ കോൾഡ് റോൾഡ് പ്രൊഡക്റ്റ് ഓഫ് rectangular section supplied in coil. അടുത്ത പോയിന്റ് ആയിട്ടുള്ള supplied in coil or flat form. പിന്നെയോ ഇതിന്റെ തിക്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ 0.15 mm ആയിരിക്കും, ബട്ട് നോട്ട് എക്സീഡിങ് തിക്ക്, ബട്ട് നോട്ട് എക്സീഡിങ് എത്രയാണ്? 5.0 mm ഇൻ തിക്നെസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് 0.15 മുതൽ 5 വരെയുള്ളതിനെയാണ് നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഷീറ്റിന്റെ കേസിൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അലുമിനിയം ഷീറ്റ് ആണ് എങ്കിൽ 0.15 mm മുതൽ 6.0 mm വരെയാണെന്നുള്ളതാണ് പഴയ കണക്കുകൾ നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ കണക്കിൽ 2008 ഒരു റിവിഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ കോഡിനൊക്കെ. ആ നേരത്തെ പറയുന്നത് രണ്ടിനെയും, സ്ട്രിപ്പിനെയും ഷീറ്റിനെയും 0.15 mm മുതൽ 6.3 mm വരെ എന്നാണ് 2008 റിവിഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക ഓപ്ഷനിൽ എന്താണ് ഉള്ളത് നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടി കേട്ടോ. 0.15 മുതൽ 0.5 വരെ ഉണ്ട്, 0.15 മുതൽ 5 വരെ ഉണ്ട് എങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അല്ല ഇതാണുള്ളത് എങ്കിൽ, മറ്റൊന്നും ഇല്ല എങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, കാരണം 2008 വന്ന റിവിഷൻ പ്രകാരം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് സ്ട്രിപ്പിനും ഏതിനും കൊടുത്തിരിക്കുന്നത്, സ്ട്രിപ്പിനും അതേപോലെ ഷീറ്റിനും കൊടുത്തിരിക്കുന്നത്. പക്ഷെ രണ്ടിനും ഒന്ന് തന്നെ ആയിരിക്കില്ല, എന്തെങ്കിലും ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് വരാനാണ് സാധ്യത, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സാധനം വരാനാണ് സാധ്യത. ഓക്കെ, പിന്നെയോ വിത്ത് ഇറ്റ്സ് ലെങ്ത് മോർ ദാൻ എന്താണ് 8 times ഇറ്റ്സ് വിഡ്ത്ത്. അപ്പൊ എന്താണ് ലെങ്ത്തും വിഡ്ത്തും പറയുന്ന നേരത്തെ നമ്മൾ എന്ത് പറയണം? ലെങ്ത് എന്ന് പറയുന്നത് ഇത് വിഡ്ത്ത് ആണ് എങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 8 times വിഡ്ത്ത് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നതിനേക്കാൾ 8 മടങ്ങ് ആയിരിക്കും ആര്? ലെങ്ത് എന്ന് പറയും. അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു 8 times വിഡ്ത്ത് എന്ന് പറയും. L ഇസ് ഈക്വൽ ടു 8W എന്നാണ് പറയുന്നത്. W എന്താണ്? വിഡ്ത്ത് ആണ്. L എന്താണ്? ലെങ്ത് ആണ്. ഓക്കെ, ഇത് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19990
19800 19700 എന്നിങ്ങനെയാണ് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് നമ്പർ വെച്ചിട്ടാണ്. 19900 അല്ലെങ്കിൽ 990 19800 19700 19600 ഇതിന്റെ പ്രോപ്പർട്ടീസിനൊക്കെ വ്യത്യാസം വരും ഈ ഡെസിഗ്നേഷൻ മാറുന്ന നേരത്ത്. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണത് അലുമിനിയം സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലാസസിന്റെ ഡെസിഗ്നേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അത് നമ്മൾ എഫ് വരെ, എ മുതൽ എഫ് വരെ ആറ് ഡെസിഗ്നേഷൻസ് ആണ് ഇതിനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ 6 ടൈപ്പ് രീതിയിലാണ് നമ്മൾ ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പം സൈസ് ഓഫ് ഗ്ലാസ് പാനൽസ്, ഗ്ലാസ് പാനൽസ് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് നോക്കാം. ഡെസിഗ്നേഷൻ, പിന്നെ വിഡ്ത്ത്, പിന്നെ അതിന്റെ ഹൈറ്റ്. ഓക്കെ, ഓർക്കുക 6 എണ്ണം ഉണ്ടെങ്കിൽ 3 ഹൈറ്റ് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. 6 എണ്ണം ഉണ്ടെങ്കിൽ 3 ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഗ്ലാസ് പാനൽ അതിന്റെ വിഡ്ത്ത് 265 ആണ്, അതിന്റെ ഹൈറ്റ് 420 ആണ്. ബി എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 ആണ് അതിന്റെ വിഡ്ത്ത്, 420 ആണ് അതിന്റെ ഹൈറ്റ്. സി എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 290 ആണ് അതിന്റെ വിഡ്ത്ത്, 455 ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഡി എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 ആണ് അതിന്റെ വിഡ്ത്ത്, 455 ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 300 ആണ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, 490 ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എഫ് ആണെങ്കിൽ 290 ആണ് അതിന്റെ വിഡ്ത്ത്, 490 ആണ് അതിന്റെ ഹൈറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, ഗ്ലാസസിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗം സെക്കൻഡ് മോഡ്യൂളിന്റെ മുഴുവൻ ഭാഗങ്ങൾ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഒരു വിധം നമ്മൾ അത് കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ നമുക്കിനി പറയാനുള്ളത് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റലിനെ കുറിച്ചിട്ടാണ് ഇനി ഒരു ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, കട്ടിംഗ് ടൂൾസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ 2-3 ക്ലാസ്സിൽ നമുക്കതൊന്ന് തീർക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.